ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 2 വയസ്സ്. കേരള രാഷ്ട്രീയത്തിലെ അതികായനും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം വിപുലമായാണ് കോൺഗ്രസ് ആചരിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം രാഹുൽ ഗാന്ധി 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽദാനവും ചടങ്ങിൽ നടത്തും. സംസ്ഥാനത്തൊട്ടാകെ വിപുലമായ പരിപാടികളാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ നടത്തുന്നത്. ജി ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ ജനാരാധ്യനായ നേതാവിന്റെ വിയോഗം അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിനെയും UDF-നെയും എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 2 വർഷമായി ഒരു നാഥനില്ല, ഒരു നേതൃത്വം, ഒരു നേതാവില്ലാത്തൊരു വേദന അനുഭവിക്കുന്നുണ്ട് കോൺഗ്രസും UDF-ഉം എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. എന്തായാലും ഇന്ന് അദ്ദേഹത്തെ വീണ്ടും ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 2ാം ചരമ ദിനമാണെന്നല്ലേ? തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും ശക്തനായ നേതാവിനെയാണ് അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് വിട നൽകേണ്ടി വന്നത്. പല അസുഖങ്ങളെ തുടർന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് അരങ്ങൊഴിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതാണ്ട് 2 വർഷം പൂർത്തിയാകുമ്പോൾ ഇപ്പോഴും അത്രത്തോളം കരുത്തനായ ഒരു നേതാവില്ലാത്ത പ്രതിസന്ധി പലപ്പോഴും UDF ക്യാമ്പിനെ അലട്ടാറുണ്ട്. ഉമ്മൻചാണ്ടിക്കൊപ്പമുള്ള നേതാവ് എത്തിയില്ലെങ്കിലും, അത്രത്തോളം തലയെടുപ്പുള്ള നേതാവില്ലെങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാനുള്ള വലിയ ശ്രമത്തിലാണ് കോൺഗ്രസ് നടക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഉമ്മൻചാണ്ടിയുടെ 2ാം അനുസ്മരണ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ ഒരു കാലമാണ്. ഒരു തവണ തുടർച്ചയായി 2 വട്ടം LDF സർക്കാർ അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെയൊക്കെ പിന്നാലെ ഭരണം എങ്ങനെയെങ്കിലും പിടിക്കാനുള്ള ഒരു തന്ത്രങ്ങൾ മെനയുന്ന കാലത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം നടക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. അനുസ്മരണ സമ്മേളനം രാവിലെ 10 മണിയോടുകൂടിയാണ് ഔദ്യോഗികമായി തുടങ്ങുക. രാഹുൽ ഗാന്ധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഏതാണ്ട് 9:30 അദ്ദേഹം ഇവിടേക്ക് പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ ആദ്യം ഖബറിൽ പോയി അവിടെ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഈ നടക്കുന്ന വേദിയിലേക്ക് എത്തുക. ഇവിടെ CMP നേതാവ് CP ജോൺ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 9 മണി മുതൽ 10 മണി വരെയുള്ള സമയം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ ആയിരിക്കും, വിവിധ മത സംഘടനാ നേതാക്കൾ, വിവിധ ഘടകകക്ഷി നേതാക്കളൊക്കെ ആയിരിക്കും സംസാരിക്കുക. ഉള്ളത് ഉമ്മൻചാണ്ടിയുടെ ഒരു തുടർച്ച എന്ന നിലയിൽ ഇപ്പോൾ വിവിധ തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ വേദിയിലേക്ക് നടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. രമേശ് ചെന്നിത്തല വേദിയിലേക്ക് എത്തുന്നു. ഈ വേദിക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ നേതാക്കൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണുള്ളത്. കുമരകം താജ് ഹോട്ടലിലാണ് രാഹുൽ ഗാന്ധി ഇന്നലെ രാത്രി എത്തി താമസിച്ചിരുന്നത്. എന്തായാലും നേതാക്കൾ ഓരോരുത്തരായി വേദിയിലേക്ക് എത്തി ഇരിപ്പിടത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു പുത്തൻ ഊർജ്ജമാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ എല്ലാ കാലത്തും ഏത് സമയത്തും ഉമ്മൻചാണ്ടിക്ക് ഈ ഒരു കോൺഗ്രസിന് ഒരു ഊർജ്ജം നൽകുകയാണ്. ഇപ്പൊ ചാണ്ടി ഉമ്മൻ തുടർന്ന് സമീപകാലത്ത് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊക്കെ വലിയ കയ്യടി നേടാനുള്ള പ്രധാന കാരണവും അത് ഉമ്മൻചാണ്ടി എന്ന ഓർമ്മയാണ്. ഉമ്മൻചാണ്ടി നടത്തിയ പ്രവർത്തനങ്ങളാണ്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്ന് ഈ 12ഓളം വീടുകളുടെ താക്കോൽദാനം എന്ന് പറയേണ്ടി വരും. ശ്രുതിതരംഗം പോലുള്ള പദ്ധതികളായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ആ ശ്രുതി തരംഗത്തിന് പകരമായി സ്മൃതി തരംഗം എന്ന പേരിൽ ഒരു സന്നദ്ധ പരിപാടി കൂടി KPCC ആരംഭിക്കുന്നു. അതിന്റെയും പ്രഖ്യാപനം ഈ വേദിയിൽ ഉണ്ടാകും. എന്തായാലും നേതാക്കൾ ഓരോരുത്തരായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അല്പസമയം കൂടി കഴിഞ്ഞാൽ AICC അതായത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വേദിയിലേക്ക്. തീർച്ചയായും ശ്രീജിത്ത്, നമുക്കറിയാം കോൺഗ്രസിന്റെ കയറ്റിറക്കങ്ങളിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ കൈയടയാളമുണ്ട്. അക്കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ പൊടുന്നനെ ഒരു അനാഥരായി പോയ അനുഭവമാണ് അദ്ദേഹത്തിന്റെ വിയോഗം അവരിൽ ഉണ്ടാക്കുന്ന അനുഭൂതി എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം അനാഥരായി പോയി എന്ന് പറഞ്ഞ് വിലപിച്ച ആളുകളെ നമ്മൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടി നമ്മളെ വിട്ടുപോയിട്ട് 2 വർഷമായിട്ട് പോലും ആ കല്ലറയിലേക്ക് ഉണ്ടാകുന്ന ആളുകളുടെ ഒഴുക്ക് നമ്മൾ കണ്ടതാണ്. സമാനമായി തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം, ചരമ ദിവസം ഇന്ന് നമുക്ക് ആ വേദി കാണാൻ സാധിക്കും. നിറഞ്ഞ് കവിയുകയാണ് ആ വേദിയല്ല. അത്രമാത്രം ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. അതിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സാധാരണക്കാരായ ആളുകളുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ?
തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ എപ്പോഴത്തെയും ഒരു കരുത്ത് സാധാരണക്കാരായ ജനങ്ങൾ തന്നെയായിരുന്നു. അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ഒരു വലിയ സവിശേഷത. അവരുടെ വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥകൾ, ഇതിലൊക്കെ ഇടപെട്ടാണ് വലിയ വികസന പദ്ധതികൾ ഒരു വശത്ത് നടത്താൻ ശ്രമിക്കുമ്പോഴും ഇത്തരം ചെറിയ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു കരുത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിലാപയാത്രയിലടക്കം കണ്ട ജനത്തിരക്കിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ്. സ്വാഭാവികമായി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ വലിയ നിര തന്നെ ഇവിടേക്ക് എത്തുന്ന കാഴ്ച കണ്ടതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും അത് വെളിവാക്കുന്നതാണ്. ഇന്ന് അവധി ദിവസമൊന്നുമല്ല, പക്ഷേ ഇതിനകം തന്നെ പുതുപ്പള്ളി പള്ളിക്ക് മുന്നിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ വേദിയിലേക്ക് ജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളും എത്തിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല, തൊട്ടു പിന്നാലെ ഷാഫി പറമ്പിൽ, രാഹുൽ മങ്കൂട്ടത്തിൽ, AP അനിൽകുമാർ, അങ്ങനെ നേതാക്കൾ എല്ലാവരും ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ ഇനി കൂടുതൽ നേതാക്കൾ സംസാരിച്ചു തുടങ്ങും. ഭവ്യ, തീർച്ചയായും ഉടൻ തന്നെ അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ വളരെ വേഗം തിരിച്ചു